നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒന്ന്, ഒരു ജാതിരഹിത മതരഹിത വിവാഹം. അതിൻ്റെ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വേദിയിൽ ചൊല്ലിക്കണ്ടാണ് കല്യാണ ചടങ്ങ് ആരംഭിച്ചത്. രണ്ടാമതായി, പിതാവിൻ്റെ ഓർമ്മദിനത്തിൽ, ചരമ വാർഷിക ദിനത്തിൽ 75 പേരുടെ രക്തം നൽകുന്ന ഒരു ക്യാമ്പ് നടത്തി മകൻ മാതൃകയാകുന്നു. പിന്നെ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. UDFിൻ്റെയും LDFിൻ്റെയും കുടുംബ സംഗമങ്ങൾ, പള്ളിയിൽ കൊടിയേറ്റ്, മറ്റ് വാർത്തകൾ. നമുക്ക് വാർത്തകളിലേക്ക്. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ വാർഷികാഘോഷം. ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ്. വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ഡെയിലി വെയർ, ബാംഗിൾസ്, ചെയിൻ എന്നിവയ്ക്ക് വെറും 3% മുതൽ പണിക്കൂലി. 5 പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടിക് കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഭരണഘടനയുടെ ആമുഖം ചൊല്ലി ഒരു കല്യാണം. വർഗീയതയുടെയും മതസ്പർദ്ധയുടെയും ഘട്ടകാലത്ത് ഭരണഘടനയുടെ ആമുഖ വായനയോടെ ഒരു വിവാഹം. പെരിനാട് പഞ്ചായത്ത് അംഗം സ്റ്റാലിൻ സെറിലും ആര്യയും തമ്മിലുള്ള വിവാഹമാണ് ലളിതമായ ചടങ്ങുകളോടെ ഇളമ്പുള്ളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സബ് രജിസ്ട്രാർ ഹാളിലെത്തി വിവാഹം രജിസ്റ്റർ ചെയ്തു. മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ, CPM ഏരിയ സെക്രട്ടറി SL സജികുമാർ, C സന്തോഷ്, കവി പെരുമ്പഴ ഗോപാലകൃഷ്ണപിള്ള, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ചരമദിനത്തിൽ രക്തദാന ക്യാമ്പ് നല്ല മാതൃക. പിതാവിൻ്റെ ചരമദിനത്തിൽ വായനശാലയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മകൻ. പിതാവ് CKP ജംഗ്ഷനിൽ സുരഭിയിൽ സുരേന്ദ്രൻപിള്ളയുടെ ഓർമ്മയ്ക്കായി മകൻ സൂരജാണ് മിനിമോൾ മെമ്മോറിയൽ സാന്ത്വനം രക്തദാന സേനയുടെയും ജില്ലാ ആശുപത്രിയുടെയും CCB ക്രിക്കറ്റ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് CKP കലാവേദി ഹാളിൽ സംഘടിപ്പിച്ചത്. കലാവേദി പ്രസിഡന്റ് ബിജു ഉദ്ഘാടനം ചെയ്തു. ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് സജി അധ്യക്ഷത വഹിച്ചു. കലാവേദി എക്സിക്യൂട്ടീവ് അംഗം R സുദർശനൻ, ക്രിക്കറ്റ് ക്ലബ്ബ് സെക്രട്ടറി സൂരജ് എന്നിവർ സംസാരിച്ചു. രക്തദാന മേഖലയിലെ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് മിനിമോൾ മെമ്മോറിയൽ സാന്ത്വനം രക്തദാന സേനയുടെ സജീവ പ്രവർത്തകനായ KA സെബാസ്റ്റ്യൻ, ലിനേഷ്, AKG നവോദയ ബ്ലഡ് ഡൊണേഴ്സ് പ്രവർത്തകൻ ശ്രീരാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. കിഴക്കേക്കല്ലയിൽ LDF കുടുംബ സംഗമം നടത്തി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിൻ്റെ വിജയത്തിനായി കിഴക്കേക്കല്ല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു.
ബൂത്ത് പ്രസിഡന്റ് എം മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് CG ഗോപുകൃഷ്ണൻ, ചിറ്റമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ, G വേലായുധൻ, ഷിബു പറന്തൂർ, N വിജയൻ, സുനിൽ പാട്ടത്തിൽ, P ഉഷാദേവി, S സജിലാൽ, T ശോഭന, R രവീന്ദ്രൻ നായർ, K രാജേന്ദ്രൻ, S ശശികല എന്നിവർ സംസാരിച്ചു. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. തിരുനാൾ കൊടിയേറി. കുരീപ്പള്ളി നല്ല ഇടയൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ബിബിൻ ജെയിംസിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. തുടർന്ന് ഫാദർ ജോസഫ് സുഗുഡിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ തിരുനാൾ ബലി നടന്നു. ഞായറാഴ്ച രാവിലെ 10-ന് കൊല്ലം രൂപതാ അധ്യക്ഷൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ്റെ കാർമ്മികത്വത്തിൽ തിരുനാൾ സമാപന ബലി നടക്കും. തുടർന്ന് തിരുനാൾ കൊടിയിറങ്ങും. എക്കിഡ്ന, പ്ലാറ്റിപ്പസ് എന്നിവ ഏറ്റവും പ്രാകൃതമായ സസ്തനികളായി കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എക്കിഡ്നയും പ്ലാറ്റിപ്പസ് എന്നിവയെക്കുറിച്ച്? ഇന്ന് നമുക്കതിനെക്കുറിച്ച് അറിയാം. ദേഹത്തിൽ രോമങ്ങൾ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടുമാണ് ആസ്ട്രേലിയയിൽ മാത്രം കാണുന്ന ഈ ജന്തുക്കളെ സസ്തനികളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു സസ്തനികളുമായി വളരെ അകന്ന ബന്ധമേ ഇവയ്ക്കുള്ളൂ. മറ്റു സസ്തനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ മുട്ടയിടുന്ന സ്വഭാവക്കാരാണ്. കൂടാതെ എല്ലുകളുടെ ഘടനയിൽ ഉരകങ്ങളുടെ ലക്ഷണങ്ങൾ കാണാം. ഉരകങ്ങളുടെ ഒരു വിഭാഗത്തിൽ നിന്ന് പരിണമിച്ചതാണ് സസ്തനികൾ ഉത്ഭവിച്ചത്. ഇങ്ങനെ സസ്തനികളുടെയും ഉരകങ്ങളുടെയും സമ്മിശ്ര ലക്ഷണങ്ങളുള്ളതിനാൽ എക്കിഡ്ന, പ്ലാറ്റിപ്പസ് എന്നിവ ഉൾപ്പെടുന്ന മൊനാട്രിയസുകൾ ഏറ്റവും പ്രാകൃതമായ സസ്തനികളായി കരുതപ്പെടുന്നു. വിസ്മയ 24 സംഘടിപ്പിച്ചു. മണക്കാല CSI HSS ഫോർ പാർഷ്യലി ഹിയറിംഗ് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിസ്മയ 24 എന്ന പരിപാടി സംഘടിപ്പിച്ചു. മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ബീച്ചിൽ നടന്ന പരിപാടിയിൽ കേൾവി, സംസാരശേഷി എന്നിവ പരിമിതമായ കുട്ടികളെ ഭിന്നശേഷിക്കാരെ പോലെ പരിഗണിക്കണമെന്നും അവർക്കും അവസരങ്ങൾ നൽകണമെന്നും അത് സമൂഹത്തിൻ്റെ കടമയാണെന്നും മേയർ പറഞ്ഞു. M നൗഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ലീവ ലിജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ PL ഷിബു, പ്രിൻസിപ്പൽ ഷിനി മേരി ജോൺ, ഹെഡ്മിസ്ട്രസ് പ്രേമ S ദാസ്, പ്രോഗ്രാം കോർഡിനേറ്റർ വരവിള നവാസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും നോക്കം നിൽക്കുന്നത് അങ്ങനെ 21 തരം ഭിന്നശേഷിക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ അവരുടെ സർഗശേഷിയെ ഉണർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് സമാനമായി അവരെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് CSI HSS ഫോർ ദി പാർഷ്യലി ഹിയറിംഗ് എന്ന് പറയുന്ന ഈ സ്കൂള് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സഹതാപമല്ല നമുക്ക് വേണ്ടത്, ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് മറ്റുള്ളവരെ പോലെ അവർക്കുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയെന്നും ഉത്തരവാദിത്വമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാമൂഹ്യ ചുറ്റുപാട്, സാമ്പത്തിക ചുറ്റുപാട്, സാമൂഹ്യവും സാമ്പത്തികവുമായ വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന കുട്ടികളെ ഒരുമിച്ച് പരിചരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച വൈകിട്ട് 3-ന് കേരളപുരത്ത് സംസാരിക്കും. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഒരു ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു ഒരാൾ. അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലിൽ ബന്ധിപ്പിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അവയ്ക്ക് അതിന് എളുപ്പം കഴിയുമായിരുന്നു, പക്ഷെ അവ അത് ചെയ്തില്ല. എന്താണ് അതിന് കാരണമെന്ന് അയാൾക്ക് അറിയണമായിരുന്നു. ആനകൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ നിൽക്കുന്നതെന്ന് അടുത്തു നിന്നൊരു പരിശീലകനോട് അദ്ദേഹം ചോദിച്ചു. പരിശീലകൻ മറുപടി പറഞ്ഞു, ആന കുഞ്ഞായിരുന്നത് മുതൽ ഇതേ വലുപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരിക്കുന്നത്.
ആ പ്രായത്തിൽ അവയെ തിളയ്ക്കാൻ ഇത് മതിയായിരുന്നു. വളർന്നപ്പോഴും അവയുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ട് ആവില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമം അവ നടത്തുന്നില്ല. തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന വിശ്വാസം കുറെ കാലമായി മനസ്സിൽ ഉറച്ചതുകൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. ഗുണപാഠം: നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആകർഷക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തനം കാരണം അവയ്ക്ക് യഥാർത്ഥങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാറ്റിയില്ലെങ്കിൽ അവ സ്വയം നിറവേറ്റപ്പെടുന്ന പ്രവചനമായി ഭവിക്കും. നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച പരിമിതികളുടെ ബന്ധനം പൊട്ടിച്ച് പുറത്തു കടക്കാൻ നമുക്കാകാതെ പോവുകയും ചെയ്യും. എഴുത്തുകാരനായ മരിയൻ വില്യംസ് പറഞ്ഞതുപോലെ, ചിന്തകളല്ലാതെ മറ്റൊന്ന് നിങ്ങളെ ബന്ധനസ്ഥരാക്കുന്നില്ല, ഭയമല്ലാതെ മറ്റൊന്ന് നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല, വിശ്വാസമല്ലാതെ മറ്റൊന്ന് നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ആനയുടെയും കയറിൻ്റെയും കഥയിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ വിശ്വാസവും യാഥാർത്ഥ്യവും വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന പരിമിതികൾ സൃഷ്ടിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോട് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിന്റെ നന്ദിയും ആദരവുമുണ്ട്. ഒപ്പം ലൈല ക്രിയേഷൻസിന്റെ 3 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. യഥാർത്ഥത്തിലുള്ളത് 4 സിനിമയാണ്. ഞങ്ങളൊരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യത്തോടുകൂടി 2024 ജനുവരിയിൽ ആരംഭിച്ച് ഡിസംബർ ആകുമ്പോൾ 12 സിനിമകൾ പൂർത്തിയാക്കണം എന്നാണ് ലൈല ക്രിയേഷൻസിന്റെ ആഗ്രഹം. കഴിഞ്ഞ വർഷം എടുത്ത ഒരു സിനിമയാണ് ആര്, തുടർന്ന് ഞങ്ങളെടുത്ത മുഖം, പിന്നെ കനൽ ചിരികൾ, നാളെ ഏറ്റവും അവസാനം പുതിയ ഈ മാസം പുറത്തിറക്കാനിരിക്കുന്ന സിനിമയാണ്, നിങ്ങൾ കാണേണ്ടുന്ന ഒരു സിനിമയാണ് പൂട്ട്. ഞങ്ങൾ ഇതുവരെ എടുത്ത സിനിമകളിൽ സംഭാഷണം ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ ഞങ്ങൾ സംഭാഷണം ചേർത്തിട്ടുണ്ട്. ഈ മാസം 26-ന് നമ്മുടെ എളമ്പുള്ള ഫാസ് ഹാളിലാണ് അതിൻ്റെ ആദ്യ പ്രദർശനം. വൈകുന്നേരം 3 മണിക്കാണ് നമ്മൾ പ്രദർശനം തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിലുള്ള മറ്റ് 4 സിനിമകൾ നിങ്ങൾ കയറി കാണുകയും യൂട്യൂബിൽ തന്നെ അതിൻ്റെ കമൻ്റ് ഇടുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി നമുക്ക് വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.